നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്രൂരനായിരുന്നു എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പലരും കാരണം പറഞ്ഞിട്ടുള്ളത് ബലിമൃഗങ്ങളെ ബലിയറുക്കുന്ന സമയത്തുള്ള സംഭവം ഉണർപ്പെടുത്തിയിട്ട് അത് എന്തൊരു ക്രൂരതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം അറവ് നടത്തുമ്പോൾ 2 വയസ്സ് തികഞ്ഞ മൃഗങ്ങളെ അറവ് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം മറ്റുള്ളവരുടെ പല കല്യാണ പരിപാടികളും മറ്റുമൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങൾ 1 വയസ്സ് പൂർത്തിയായത് അല്ലെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകാത്തതൊക്കെ ആയ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ബലിയർക്കുന്നത് അതാണ് ഇസ്ലാം പഠിപ്പിച്ച ക്രൂരത. അതാണ് മനുഷ്യൻ ചിന്തിച്ചു നോക്കിയാൽ ക്രൂരതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 2 വയസ്സ് പൂർത്തിയാകാത്ത ഒരു മൃഗത്തെ ബലികർമ്മം നടത്തിയാൽ, അതിനെ അഖീഖത്ത് നടത്തിയാൽ അത് പരിപൂർണതയല്ല എന്നാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഇത്രത്തോളം മനോഹരമായ ഒരു ദീനിനെയാണോ നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് അല്ലെങ്കിൽ അതിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബലിമൃഗത്തെ ബലിയറുക്കുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് അതിന് ജീവൻ നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മരണവേദനയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത്തരക്കാരായ ആളുകൾ പലപ്പോഴും പശുവിനും മറ്റുമൊക്കെ ദൈവമാണെന്നും അല്ലെങ്കിൽ അവരെ ആക്രമിക്കരുത്, കൊല്ലരുത്, അറുക്കരുത് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ക്രൂരമായ രംഗങ്ങൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതിന്റെ പാല് കിട്ടുന്ന കാലത്തൊക്കെ അതിന് വേണ്ട പുല്ലും മറ്റുമൊക്കെ തീറ്റയും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് അതിനെ കയറൂരി വിട്ട് ഏതെങ്കിലും റോഡിലൂടെയും അങ്ങാടിയിലൂടെയും അത് ആകെ ജീവച്ഛവമായി നടക്കുന്ന, വളരെ വേദന കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വേദനിച്ച് നരകയാതന അനുഭവിച്ച് മരിക്കുന്ന ചത്തുപോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച സന്തോഷകരമായ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. 2 വയസ്സാകുമ്പോഴേക്ക് ഒരു മൃഗത്തിന്റെ ഏകദേശം കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് ആ മൃഗത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആ ഉടമസ്ഥനായ മനുഷ്യന് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും. അതിനെ പോറ്റി വളർത്തിയതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു മൃഗത്തെ ബലിയറുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതൊരിക്കലും റഹ്മത്തിന് എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഏതേത് സമയങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് മാത്രമാണ് ലോകർക്ക് മൊത്തം കാഴ്ചവെച്ചത് എന്ന് ഈ ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. അതിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷയും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതാണ് റഹ്മത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത് മുസ്ലിമീങ്ങളായ ആളുകളെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ തേച്ചു അടിക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാക്കിയെടുത്ത ഒരു വല്ലാത്ത നീചമായ വാദമായിരുന്നു ആൺ പെൺ സമത്വവാദം എന്നുള്ളത്. അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് കോഴിക്കോട്ട് അങ്ങാടിയിൽ രാത്രി സമയത്ത് ഒരു കലക്ടർ പുറത്തിറങ്ങിയ സംഭവം നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. വളരെ മോശമായ രീതിയിൽ ആ കലക്ടറോട് പ്രതികരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ അത്രയും മോശമായ നീചകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങുന്ന സമയത്ത് മെഹറമായ ആളുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ, അതല്ലെങ്കിൽ അത്യാസന്ന ഘട്ടങ്ങളിൽ മാത്രം തൻ്റെ കൂട്ടുകാരികളായ വിശ്വസിക്കാൻ പറ്റിയ ആളുകളെ കൂടെ പുറത്തിറങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും സുന്ദരമായ റഹ്മത്ത് മാത്രം ലോകത്ത് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു മതത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത്.